ദിവസവും 2 തവണ പല്ല് തേക്കുന്നുണ്ട്. എന്നിട്ടും പല്ലിന് കേടുപാടുകൾ വരുന്നു. ഇതെന്തുകൊണ്ടാണ്? പലരും ദന്ത ഡോക്ടർമാരോട് ചോദിക്കുന്ന ചോദ്യമാണിത്. മിക്ക ആളുകളും സ്ഥിരമായി പല്ല് തേക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് യാന്ത്രികമായി മാറുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. രാവിലെ എഴുന്നേറ്റാൽ വീട്ടിലെ ജോലികളോ ഓഫീസിലെ കാര്യങ്ങളോ വീട്ടിൽ നിന്നിറങ്ങാനുള്ള ധൃതിയിലോ ആകും പലരും പല്ല് തേക്കുന്നത്. ഈ തിരക്കിൽ ശരിയായി ബ്രഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോകുന്നു. എത്ര തവണ ബ്രഷ് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പലരും ബ്രഷ് ചെയ്യുന്നത് വളരെ ശക്തിയോടെയാണ്. പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ വൃത്തിയാക്കുന്നത് പോലെയാണ് പലരും ബ്രഷ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും ശക്തിയായി പല്ല് തേക്കേണ്ട ആവശ്യമില്ലെന്ന് ദന്ത ഡോക്ടർമാർ പറയുന്നു. ശക്തിയായി തേച്ചതുകൊണ്ട് പല്ലിലെ പ്ലാക്കുകൾ കൂടുതലായി നീക്കം ചെയ്യപ്പെടുന്നില്ല. അതേസമയം ഈ രീതി ഇനാമൽ നശിക്കാനും അതുവഴി മോണകൾ താഴേക്ക് തള്ളി വരാനും ഇടയാക്കുകയും ചെയ്യും. സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നവർക്ക് കാലക്രമേണ തണുത്ത വെള്ളം കുടിക്കുമ്പോഴും മധുരപലഹാരം കഴിക്കുമ്പോഴും വേദന അനുഭവപ്പെട്ടേക്കാം. അതിനാൽ എപ്പോഴും സോഫ്റ്റായി ബ്രഷ് ചെയ്യാൻ ശീലിക്കുന്നതാണ് ഉത്തമം. അതേപോലെ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് പിടിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. പേന പിടിക്കുന്നത് പോലെ ടൂത്ത് ബ്രഷ് പിടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ശക്തി സ്വാഭാവികമായി കുറയും. ബ്രഷ് മോണകളിലേക്ക് ചെറുതായി ചായ്ച്ചു വെച്ച് വൃത്താകൃതിയിൽ തേച്ചു തുടങ്ങാം. പ്ലാക്ക് ആദ്യം അടിഞ്ഞുകൂടുന്നത് മോണയോട് ചേർന്ന ഭാഗത്താണ്. അതിനാൽ അവിടെ നന്നായി വൃത്തിയാക്കണം. പല്ല് തേക്കാൻ എടുക്കുന്ന സമയവും പ്രധാനമാണ്. പലരും 1 മിനിറ്റ് പോലും എടുക്കാതെയാണ് പല്ല് തേക്കുന്നത്. 2 മിനിറ്റ് മുഴുവൻ പല്ല് തേക്കുന്നതാണ് മികച്ച രീതി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വായയെ 4 ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗത്തും ഏകദേശം 30 സെക്കൻഡ് ബ്രഷ് ചെയ്യാം. അണപ്പല്ലിന്റെ ഇടയിലും മറ്റും വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള ബ്രഷുകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഏതെങ്കിലും പരസ്യം കണ്ട് ബ്രഷ് വാങ്ങാൻ പോകുന്നതിന് പകരം നമ്മുടെ പല്ലിന് അനുയോജ്യമായ ബ്രഷ് ഏതാണെന്ന് മനസ്സിലാക്കി വാങ്ങുന്നതാണ് ഉത്തമം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ ദന്ത ഡോക്ടറുടെ അഭിപ്രായവും സ്വീകരിക്കാം. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെയാണ് പ്രധാനമായും ബ്രഷുകൾ ഉണ്ടാവുക. പല്ലുകൾക്ക് എപ്പോഴും നല്ലത് സോഫ്റ്റ് ബ്രഷാണ്. ഹാർഡ് ബ്രഷുകൾ ഉപയോഗിക്കുന്നത് കാലക്രമേണ ഇനാമലിനും മോണക്കും കേടുപാടുകൾ വരുത്തും. 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ബ്രഷുകളുടെ നാരുകൾ പുറത്തേക്ക് വളയാൻ തുടങ്ങുമ്പോഴോ അത് മാറ്റി പുതിയത് വാങ്ങണം. ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചും ആളുകൾക്ക് ആശങ്കയുണ്ടാകാറുണ്ട്. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫ്ലൂറൈഡ് ഇനാമലിനെ ശക്തിപ്പെടുത്തുകയും ക്ഷയത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ല് കൂടുതൽ വൃത്തിയാകുമെന്നത് തെറ്റായ ധാരണയാണ്. മുതിർന്നവർക്ക് ഒരു പയറിന്റെ വലിപ്പമുള്ള അളവിൽ മാത്രമേ ടൂത്ത് പേസ്റ്റ് ആവശ്യമുള്ളൂ. ബ്രഷിൽ മുഴുവൻ പേസ്റ്റ് നിറച്ച് പല്ല് തേക്കുന്നത് അത്ര നല്ലതല്ലെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. പല്ല് തേക്കുന്നവർ നാവ് വൃത്തിയാക്കാനും മറക്കരുത്. നാവ് വൃത്തിയാക്കാതിരിക്കുന്നത് ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്നതിനും അതുവഴി വായുനാറ്റത്തിനും കാരണമാകുന്നു. ദിവസത്തിൽ 1 തവണ നാവ് സൗമ്യമായി വൃത്തിയാക്കാം. പല്ല് തേക്കുക എന്നത് വെറുമൊരു ചടങ്ങല്ല, മറിച്ച് ശരിയായ രീതിയിൽ ചെയ്യേണ്ട ഒരു ആരോഗ്യശീലമാണ്. ബ്രഷ് ചെയ്യുന്നതിലെ വേഗതയേക്കാൾ അതിലെ കൃത്യതയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ശരിയായ ടൂത്ത് ബ്രഷും പേസ്റ്റും തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ശാസ്ത്രീയമായ രീതിയിൽ ബ്രഷ് ചെയ്യാനും നാവ് വൃത്തിയാക്കാനും ശ്രദ്ധിച്ചാൽ പല്ലിലെ കേടുപാടുകളും മോണരോഗങ്ങളും ഒരു പരിധിവരെ തടയാനാകും.